അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദുസ് സ്വാലിഹീൻ ഹദീസ് നമ്പർ 45 അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുർഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ലൈസ ശദീദു, ശക്തൻ അല്ല, ശക്തിയുള്ളവൻ അല്ല, ബിസ്സുർഅ, ഗുസ്തി പിടിച്ച് മറ്റുള്ളവനെ, എതിരാളിയെ വീഴ്ത്തുക എന്നുള്ളത് അത് ഒരു ശക്തിയുണ്ടാവുക എന്നുള്ളതിൻ്റെ അടയാളമല്ല. അദ്ദേഹത്തെക്കുറിച്ച് ശക്തൻ എന്ന് പറയാൻ പറ്റുകയില്ല. പിന്നെ ആരാണ് ശക്തൻ? ഇന്നമ ശദീദു, ശക്തൻ അത് അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, അദ്ദേഹത്തിന് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ഇൻദൽ ഗളബ്, ദേഷ്യം വരുന്ന സമയത്ത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പഠിപ്പിച്ചു തരുന്നത്. യഥാർത്ഥ ശക്തിയുടെ മാനദണ്ഡം അത് ഭൗതികമായോ ശാരീരികമായോ ഉള്ള കരുത്ത്, അതുമാത്രമല്ല, മറ്റൊരാളെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞേക്കാം. എങ്കിൽ സ്വന്തം വികാരങ്ങളെ തോൽപ്പിക്കാൻ അതിനെന്ത് വേണം? അതിന് വലിയ ഡിസിപ്ലിൻ വേണം, ആത്മനിയന്ത്രണം ആവശ്യമാണ്. യഥാർത്ഥത്തിൽ അപ്പോഴാണ് ഒരാളുടെ ശക്തി പ്രകടമാകുന്നത്. മനുഷ്യന് ദേഷ്യം വരുമ്പോൾ നമുക്കറിയാം, വിവേകം നഷ്ടപ്പെടുന്നു. തെറ്റായ വാക്കുകളും പ്രവർത്തികളും അപ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നു. ആ നിർണായക നിമിഷത്തിൽ അള്ളാഹുവിനെ ഭയന്ന് കോപം കടിച്ചു പിടിക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ ശക്തനെന്ന് പറയുന്നത്. നമുക്കറിയാം, എത്രയോ വലിയ വലിയ ബന്ധങ്ങൾ ആ കോപിക്കുന്ന സമയത്ത് എന്തോ പറഞ്ഞ കാരണം കൊണ്ട് കുടുംബബന്ധം വിച്ഛേദിക്കപ്പെടുന്നു, അതല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെയാകുന്നു. കാരണം എന്താണ്? കോപത്തെ നിയന്ത്രിക്കാത്ത കാരണം കൊണ്ട് മാത്രം. പലപ്പോഴും കോപമൊക്കെ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഖേദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു സംഗതി, പിശാചിൻ്റെ പ്രേരണകളെയും സ്വന്തം താല്പര്യങ്ങളെയും കീഴ്പ്പെടുത്തുക എന്നത് ഒരു ശത്രുവിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നതിനേക്കാളും വലിയ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചുരുക്കി പറയുകയാണെങ്കിൽ, ശാരീരികമായ ശക്തിയേക്കാളും വലിയ ശക്തി മാനസികമായ ശക്തിയാണ്.